അധ്യാപനമെന്ന മോഹം നെഞ്ചിലേറ്റിയ തോട്ടം മേഖലയിലെ യുവതിക്ക് ലഭിച്ചത് തമിഴ് വിഭാഗം LP സ്കൂൾ ടീച്ചേഴ്സ് പരീക്ഷയിൽ 2ാം റാങ്ക്. HSC പരീക്ഷയിൽ 8ാം റാങ്ക് നേടിയിട്ടും ജോലി ലഭിക്കാതിരുന്ന വണ്ടിപ്പെരിയാർ സ്വദേശിനി ശശികലയ്ക്കാണ് തന്റെ സ്വപ്നത്തിലേക്കുള്ള പടിവാതിൽ വീണ്ടും തുറന്നിരിക്കുന്നത്. KMG ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സഹവർത്തിത പഠന കേന്ദ്രത്തിലെ പരിശീലനത്തിനോടൊപ്പം കുടുംബത്തിന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ വീട്ടമ്മയായ യുവതി തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ചിറകു വിരിഞ്ഞ സന്തോഷത്തിലാണ്. തോട്ടത്തൊഴിലാളിയായ അമ്മയുടെയും ഡ്രൈവറായിരുന്ന അച്ഛന്റെയും കഠിനാധ്വാനത്തിലൂടെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു വളർന്ന ശശികലയുടെ ചിരകാല സ്വപ്നമായിരുന്നു അധ്യാപനം എന്നത്. MSc B.Ed പൂർത്തിയാക്കി ഹൈസ്കൂൾ തമിഴ് വിഭാഗം ടീച്ചേഴ്സ് പരീക്ഷ എഴുതിയപ്പോൾ 8ാം റാങ്ക് മാത്രം ലഭിച്ച ശശികല നിരാശയായി. പിന്നീട് ടെസ്റ്റുകൾ എഴുതി ബീറ്റ് ഫോറസ്റ്റ് ജോലിക്ക് ലിസ്റ്റിൽ വന്നെങ്കിലും അധ്യാപനം എന്ന സ്വപ്നം കാരണം പോയിരുന്നില്ല. പിന്നീട് ഭർത്താവ് നേസന്റെ നിർബന്ധപ്രകാരം KMG ചാരിറ്റബിൾ ട്രസ്റ്റിൽ പ്രവർത്തിക്കുന്ന KMG സഹവർത്തിത പഠന കേന്ദ്രത്തിന്റെ പരിശീലനമാണ് തനിക്ക് 2ാം റാങ്ക് നേടുവാൻ കാരണമായതെന്ന് ശശികല പറഞ്ഞു. நான் ஒரு எஸ்டேட்ல இருந்து வளர்ந்து என்னால் ஒரு 2nd ரேங்கு இப்படி ஒரு LPST கேரளா PSC நடத்தின ஒரு LPST எக்ஸாமில் வாங்க முடியும் அப்படின்னா நீங்கள்லாம் ட்ரை பண்ணால் உங்களால் கண்டிப்பாக முடியும். நீங்கள் அது சின்ன வயசுலேருந்தே கரெக்டாக படித்து ஒரு KMG மாதிரி உள்ள ஒரு இன்ஸ்டியூட்டில் நீங்கள் ஜாயின் பண்ணி PSCனா என்னன்னு தெரிஞ்சு அதை நீங்கள் படித்து வந்தீங்க அப்படின்னாலே உங்களால் நல்ல சக்ஸஸ் ஆக முடியும் அப்படிங்கிறது தான் என்ன. പഠനത്തിനിടയിൽ സംഭവിച്ച ഒരു അപകടത്തിൽ കിടപ്പിലായ ശശികല ഇതിലും തളരാതെയാണ് 2ാം റാങ്കിലേക്ക് എത്തിച്ചേർന്നത്. തന്റെ സ്ഥാപനത്തിൽ നിന്നും പഠിച്ച് വിജയം നേടിയ ശശികലയ്ക്ക് ഇനി മുൻപോട്ടുള്ള വഴികൾ വിജയത്തിന്റേതാവട്ടെ എന്ന് KMG സഹവർത്തിത പഠന കേന്ദ്രം ഡയറക്ടർ M. ഗണേശൻ ആശംസിച്ചു. നമ്മുടെ തോട്ടം മേഖലയിൽ തോട്ടം തൊഴിലാളിയുടെ മക്കളെ സർക്കാർ സർവീസിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ KMG ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. അപ്പം അതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഈ തമിഴ് മീഡിയം LP സ്കൂൾ അധ്യാപകരെ തിരഞ്ഞെടുക്കാനുള്ള റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ആദ്യത്തെ 10 റാങ്കിൽ 9 പേരും തോട്ടം മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളാണ് എന്നുള്ളതിന് വളരെ സന്തോഷമുണ്ട്. வைஃப் இப்போ ரேங்க் வாங்கினதில் 2nd ரேங்க் வாங்கினதில் எங்களுக்கும் இல்லை எங்கள் குடும்பத்தில் உள்ள எல்லாருக்குமே ரொம்ப சந்தோஷமாக இருக்குது. ஸோ இது இவளோட ட்ரீமு, அந்த ட்ரீமை அச்சீவ் பண்ணதில் நாங்களும் ஒரு சின்ன പാർട്ട് വെച്ചിരിക്കோம் அப்படிங்கிறத. ഈ വിജയത്തിന് തന്നെ ചേർത്ത് പിടിക്കുവാൻ മരണപ്പെട്ട തന്റെ പിതാവില്ലെന്ന ദുഃഖവും ശശികലയുടെ മുഖത്ത് നിഴലിക്കുന്നു. ഇടുക്കി വിഷൻ, കുമളി.